ഇടിമിന്നലേക്കുന്ന അവസ്ഥയൊക്കെയാണ്. ഇത് പണ്ട് നമ്മൾ മൊത്തം ലൈവായിട്ട് കയറി നോക്കാം. വുഡിന്റെ ഒരു യാതൊരുവിധ പ്രശ്നം ഇടിമിന്നലേൽക്കില്ല നമ്മൾ ഉറപ്പായിട്ട്. ഫുള്ള് അലുമിനിയത്തിലാണ്. ആദ്യം പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ സീലിംഗ് നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഷൂറായിക്കാണ് ഫേസ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. നമസ്കാരം. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വെച്ച് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യുന്ന ഒത്തിരി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒത്തിരി ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അലൂമിനിയം വെച്ച് ചെയ്ത ഇൻറ്റീരിയർ. അലൂമിനിയം വെച്ച് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ചെറുതല്ല. ഈ വീട് ഫുള്ള് ചെയ്തിരിക്കുന്നത്, എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്ന വീട് ഫുള്ള് ചെയ്തിരിക്കുന്ന അലൂമിനിയം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. മാത്രമല്ല ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ആ ഔട്ട് ഹൗസ് ചെയ്തിരിക്കുന്നത് തന്നെ അലൂമിനിയത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ജോർജ് കുട്ടിയാണ്. ജോർജ് കുട്ടി ഇതിൻ്റെ ജനറൽ മാനേജറാണ്. നമസ്കാരം. നമസ്കാരം. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഓണർ തന്നെ വീടാണല്ലേ? അതെ. ഇതിപ്പം ജോർജി അഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. പുള്ളിയുടെ സ്വന്തം വീടാണ്. അപ്പം ആ വീട്ടിലേക്കാണ് നമ്മൾ മൊത്തം ഇൻറ്റീരിയൽ അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്നത്. പാണ്ഡ്യാമാക്കൽ എന്ന് തന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പേര്? അതെ, പാണ്ഡ്യാമാക്കൽ അലുമിനിയം ഫർണിച്ചർ എന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മൊത്തം പേര്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഗേറ്റിൽ നിന്നാണ്. അലൂമിനിയം ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റീരിയർ തൊട്ട് ഗേറ്റ്. അതെ, നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയറിൽ മൊത്തം ഫുള്ള് ഇതിപ്പം ഫസ്റ്റ് ഒരു വീടിൻ്റെ ആദ്യമേ എൻട്രൻസിൽ മുതൽ ഗേറ്റിൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഗേറ്റ് ഫുള്ള് അലുമിനിയത്തിലാണ്. നമ്മൾ ലൈറ്റ് വെയിറ്റ് ഗേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം തീരെ വെയിറ്റ്ലെസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് എക്സ്റ്റീരിയർ വെക്കുമ്പോഴത്തേക്ക് ഇത് റസ്റ്റിങ് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ഇപ്പം നോർമലി നമ്മൾ അലുമിനിയം എന്ന് പറയുന്നത് അലുമിനിയത്തിൽ റസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഈവൻ നമ്മളിത് ഫുള്ള് പൗഡർ കോട്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അത് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവർ പുറത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഔട്ട് ഹൗസ്. ഇത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അലൂമിനിയത്തിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. അതെ അതെ അതെ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം, അതിൻ്റെ മേളത്തെ റൂഫിംഗ് ഉൾപ്പെടെ നമ്മുടെ വിൻഡോ, അതിൻ്റെ ഭിത്തി, അങ്ങനെ മൊത്തം അലൂമിനിയത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര നാളായി ചെയ്തിട്ടുണ്ടാവും? ഇതിപ്പോൾ ഒരു ചെയ്തിട്ടൊരു 4-5 മാസത്തോളം ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആ ചെയ്തപ്പോൾ ഉള്ള സെയിം കളർ തന്നെയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ അറിയാം, അതിലൊരു കളറിലൊരു ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അതിലുണ്ടായിട്ടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിമിന്നലേക്കുന്ന അവസ്ഥയൊക്കെയാണ് ഇത് പണ്ട്. അതെ അതെ. ഇപ്പം ഇടിമിന്നലിൽ വരുവാണെങ്കിൽ പണ്ട് അത് കരിഞ്ഞു പോകുമോ അല്ലെങ്കിൽ വേറെ കളർ ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ അകത്ത് വന്നേനെ. ഇതിപ്പോൾ അതൊന്നും സംഭവിച്ചില്ല. എങ്ങനെ നിങ്ങൾ വെച്ചോ അതുപോലെ തന്നെ? അതുപോലെ ആ സെയിം കളേഴ്സ് ആണെങ്കിൽ പോലും വേറെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുമില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടത് എക്സ്റ്റീരിയർ അവർ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് അലൂമിനിയത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അതിനുള്ളിൽ ചെയ്യിക്കുന്ന ഇൻറ്റീരിയർ ആയിട്ടുള്ള അലൂമിനിയത്തിൻ്റെ മൊത്തം കാണാം. അതെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മുൻപിലാണ്. വീടിൻ്റെ മുൻപിൽ ആദ്യം നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ജനലുകൾ അല്ലേ? ഇത് നമ്മൾ നോർമലി എല്ലാ വീടുകളിലും കാണുന്ന ടൈപ്പ് ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നതാണ്. അപ്പം ഇത് തടിയുടെ അതേ രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിന് ലോവർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. 5 mm ഗ്ലാസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു വിൻഡോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കോർണർ ജോയിൻസ് ആണ്. ഇത് അല്ലെങ്കിൽ ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ നമ്മളിപ്പം ഈ ഗ്ലാസ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആരാണോ ഓർഡർക്ക് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്തിടാവുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് എൽക്കി ഉണ്ടെങ്കിൽ നമുക്കിത് ലൂസ് ചെയ്യുക, ഈ പീസ് എടുക്കുക, അടുത്ത ഗ്ലാസ് കയറ്റുക, ഇടുക. അതാണ്. അപ്പം എല്ലാം സിംപ്ലിഫൈ ആയിട്ടാണ് നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ക്രാസുകൾ മൊത്തം നമ്മൾ അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സ്ട്രോങ് ആണ്. ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇപ്പം നോർമലി SS-നെ പോലെ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. SS-ന് നമ്മളത് കണ്ടിട്ടുണ്ടോ? ഫ്രഞ്ച് വിൻഡോ മിക്കവാറും SS-ൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ കളേഴ്സിൽ വ്യത്യാസം നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ജോട്ടൺ എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതിന് അകത്തോട്ട് കയറാം അല്ലേ? അകത്തോട്ട് കയറുമ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഇത് തടിയാണ്. ഒരു വീട്ടിലൊരു തടിയുടെ ഒരു പ്രോഡക്റ്റ് വേണമെന്നൊരു പണ്ടത്തെ കാരണവന്മാർ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രം തടി ഡോർ വെച്ചിരിക്കുന്നത്. ബാക്കി ഡോറുകളെല്ലാം സ്റ്റീൽ. പിന്നെ ഇന്ത്യയിൽ മൊത്തം വരുമ്പോൾ അലുമിനിയാണ്. നമുക്ക് അതിലോട്ട് കിടക്കാം. ഇതിൽ പ്രധാനമായിട്ട് ഒന്നുകൂടെ പറയേണ്ടത് ഓണറുടെ വീടാണ്. പുള്ളി ഇത് പരീക്ഷണാർത്ഥം എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസിനകത്ത്. ഇവിടെ ഏതൊക്കെ തടി
ഉള്ളതെന്ന് എനിക്ക് പറഞ്ഞോ. ഇതിന്റെ ആപ്പാടെ തടിയുള്ള ഏരിയ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ കയറി വന്നപ്പോൾ കണ്ട ഡോറ്, പിന്നെ ഈ 2 സോഫ സെറ്റ്, ഇതാണ് ആകെ തടിയുള്ളൂ. ബാക്കി കാണുന്നത് മൊത്തം അലുമിനിയം. അലുമിനിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു അൾത്താര പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ് പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതില് നമുക്കിപ്പം പല രീതിയിൽ ഇപ്പൊ ഇതിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും ഇത് മൊത്തം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ TV യൂണിറ്റ്, അടുത്തത് നമുക്ക് ഇതും ഫുൾ അലുമിനിയത്തിലാണ് നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറു സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു സസ്പെൻസ് ഉണ്ട്, അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അടുത്ത ഏരിയയിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഒരു 3 ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അതെ, ഇതെങ്ങനെയാ? ഇതിനകത്തൊരു ഇങ്ങനെ ഒരു സാധനം, ഇത് നമ്മൾ ബ്രാസം കൊണ്ടാണ് നമ്മൾ ഇതിന്റെ കോർണർ പക്ക മെഷീൻ കട്ട് ചെയ്തിട്ട് ബ്രാസത്തിന്റെ മെറ്റീരിയൽ വെച്ച് നമ്മൾ ഒരു സ്റ്റൈലിഷ് കൊടുത്തിരിക്കുന്നതാണ് മൊത്തം. ഈ കാണുന്ന ഭിത്തി മൊത്തം നമ്മൾ അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ മറു സൈഡിലും ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇനി വരുന്നത്, ഇനിയിപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സംഗതിയാണ് നമ്മുടെ പഴയ വീടൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള മച്ചുകൾ. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, പണ്ടത്തെ നമ്മുടെ പഴയ തറവാട്ടികളിലുള്ള ടൈപ്പുള്ള മച്ചാണ് നമ്മൾ മൊത്തം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു കളർ നമ്മൾ ഇവിടെ കണ്ടു, ഈ ഒരു ഫുൾ കളർ, ഇതിപ്പോ ഇത് റോസ് വുഡ് ഫിനിഷ്, ഇത് ടീക്ക് വുഡ് ഫിനിഷ്. ഇത് നമുക്ക് തടിയുടെ വ്യത്യസ്തമായ കളറുകളുണ്ടോ? ഉണ്ട്. നമുക്ക് ഇപ്പം നമുക്കതിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, കസ്റ്റമൈസ് ആണ്. അപ്പം കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്കതിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. അവരുടെ കസ്റ്റമർ, ഇപ്പോൾ ഒരു കസ്റ്റമർ എന്നോട് പറയാണ് എൻ്റെ TV യൂണിറ്റ് ഇന്ന കളറിൽ വേണം, അപ്പോൾ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതെ, അടുത്തൊരു ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടുന്ന് TV യൂണിറ്റ് കവർ ചെയ്ത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് ക്രോക്കറി യൂണിറ്റ് ആയിട്ടാണ് മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞൊരു സസ്പെൻസ്. താഴെ അതുപോലെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണല്ലേ? അതെ. ഓക്കെ. ഇതിനകത്ത് മെയിനായിട്ട് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പൗഡർ കോട്ടിങ് തന്നെയല്ലേ? അതെ, ബേസ് പൗഡർ കോട്ട് ചെയ്തു, പിന്നെ വുഡൻ ടെക്സ്റ്റൈൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഏരിയയിലോട്ട് വരാം. ഇവിടെ ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ആണ്. അതെ, ഇതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടല്ലേ? ഇതിന്റെ ഫ്രെയിം നമ്മൾ അലുമിനിയത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അലുമിനിയത്തിൽ നമ്മൾ റാട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ തന്നെ പണ്ടത്തെ രീതിയിൽ നെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് മൊത്തം ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. നമുക്ക് മഴയത്തോ വെയിലത്തോ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അതായത് നമുക്ക് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ചുരുക്കം. അതെ, വെളിയിലിട്ടാലും കുഴപ്പമില്ല, മഴയായാലും വെയിലായാലും ഒരു കംപ്ലൈന്റും ഉണ്ടാകില്ല. ഇതിപ്പോ തുരുമ്പിന്റെ കേസിൽ ഗേറ്റ് വെളിയിലുള്ളപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഇതിനകത്ത് മെയിനായിട്ട് സാധാരണഗതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത കിച്ചണിലോട്ട് പോകാം അല്ലേ? അതെ. അപ്പൊ ഇനിയുള്ളത് നമ്മുടെ കിച്ചണിന്റെ ഡോറാണ്. നമുക്ക് ഡോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതിന്റെ ഈ കോർണേഴ്സ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതും അലങ്കി ലോക്കിംഗ് സിസ്റ്റം ആണ്. നമുക്ക് ഈവൻ ഗ്ലാസ് ബ്രേക്ക് ആയാലും നമുക്ക് മാറ്റിയിടാം. അപ്പം ഇതിന്റെ നമുക്ക് ഈ ഡോറിലേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, തടിയുടെ ആ സെയിം ഉരുളമയോട് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പണ്ടത്തെ തടിയുടെ ഡിസൈൻ വർക്കോട് കൂടിയാണ് നമ്മൾ ഈ ഡോർ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിന്റെ ഹൈറ്റ് നമുക്ക് എത്ര വരെ സൈസ് എത്ര വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. 200-225 വരെ ഒരു കുഴപ്പമില്ല, സാധിക്കും. അപ്പൊ അതനുസരിച്ച് ഇപ്പം നമുക്ക് ഇതിന്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഹിഞ്ചസ് കൂട്ടി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കംപ്ലൈന്റും ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ നമ്മള് അപ്പുറത്തെ സൈഡിൽ പ്ലെയിൻ ഫിറ്റ് കണ്ടു, അതിന്റെ മറ സൈഡാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടേബിൾ പ്ലസ് ക്രോക്കറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് കിച്ചണോട് അറ്റാച്ച് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിരിക്കുന്നു. അതിനോട് കൂടി ക്രോക്കറിയും കൂടി നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം ക്രോക്കറി വേണം. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് ഈ സ്റ്റൂള്. അതെ, ഈ സ്റ്റൂളിൽ നമ്മൾ ഇതും നോക്കുമ്പോൾ തടിയായിരിക്കും, പക്ഷേ ഇത് അലുമിനിയാണ്. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 300 കിലോ വരെ ഇതിൽ ഹോൾഡ് ചെയ്തു. ഞാൻ കയറുന്നുള്ളൂ, ധൈര്യമായിട്ട് കയറുന്നു, ലൈവായിട്ട് കയറി നോക്കാം. എനിക്ക് ഏകദേശം ഒരു 70-72 കിലോ ഉണ്ട്. 72 കിലോ എന്തായാലും നാലരട്ടി താങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്റ്റൂളാണ്. പിന്നെ ഇവിടെ ഫുള്ള് കൊടുത്തിരിക്കുന്ന അലുമിനിയം തന്നെ. ഇതിന്റെ ടോപ്പ് യൂണിറ്റ്, അതായത് ബോട്ടം യൂണിറ്റും ടോപ്പ് യൂണിറ്റും ഉൾപ്പെടെ മൊത്തം അലുമിനിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇപ്പോൾ ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് കൊടുത്തിരിക്കണേ. ഇത് ഇത്രയും വലിയ ഒരു മോഡ്യൂൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി? ഇതിപ്പം നമ്മളിതിൻ്റെ ഒരു നോർമലി പറഞ്ഞാൽ നമ്മൾ ഫെദർ സ്ട്രിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമലി നമുക്കിതിപ്പോൾ അടച്ചു കഴിയുമ്പോഴേക്കും സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആയി പോകാനായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾക്ക് ഈ ഷട്ടർ നോക്കുമ്പോൾ അറിയാം, ഇതിൽ സ്ക്രൂസോ റിബറ്റോ, ഇതിൻ്റെ കോർണേഴ്സിൽ ഇതിൻ്റെ സ്ക്രൂസോ റിബറ്റോ
കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഇതൊരു കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ട് ഒരു 8 മണിക്കൂർ ബെൽറ്റ് ടൈറ്റ് ചെയ്ത് കെമിക്കൽ ബോണ്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ കോർണറിൽ എങ്ങും സ്ക്രൂവോ റിബറ്റോ കാര്യങ്ങൾ ഇപ്പോൾ ഈ ബൈക്ക് സൈഡിൽ നോക്കിയാൽ പോലും ഒന്നും കാണത്തില്ല. അത് ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് അടുക്കളയിലൊക്കെ റിഫ്യൂസ് ആണ് ചെയ്യുന്നത്, അന്നേരം ഇത് പ്രശ്നം വരാനൊക്കെ സാധ്യതയുണ്ട്. ഇതിപ്പം ഇതിൽ നമ്മുടെ മെറ്റീരിയലിന് എന്തോരം റെഫ്യൂസ് ചെയ്താലും ഒരു ഇഷ്യൂസും ഇല്ല. ഇപ്പൊ കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് ഈ ഹിഞ്ചസിനായിരിക്കും. ഇപ്പം ഹിഞ്ചസിന്റെ അകത്ത് നമ്മൾ കൗണ്ടർ സിങ് റിബറ്റ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പോലും നമുക്ക് ഒരു എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീറിബറ്റ് ചെയ്യാം. റീറിബറ്റ് ചെയ്ത് നമുക്കത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് മുന്നേ നമ്മുടെ ജോർജ് കുട്ടി പറഞ്ഞതുപോലെ നമുക്ക് വേറെ ഏത് കളറിലോ നമുക്ക് അതിൽ ഏത് കളറിലും നമുക്ക് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. സിംഗിൾ കളറാണ്, നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണോ? ഇതിപ്പോ നമ്മളിപ്പം ഈ തടിയുടെ ഡിസൈൻ അല്ല, കേരളത്തിലൊരു തനിമയുണ്ടല്ലോ, തടിയോടൊരു സ്നേഹമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വുഡൻ ടെക്സ്റ്റൈൽസ് കൂടുതൽ നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ മൊത്തം ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്, അതിലോട്ടൊന്ന് പോവാം അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് കളർ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇതിലോട്ട് കോൺട്രാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നര അല്ലേ? അതെ, ഇതിപ്പോ നമ്മൾ പണ്ട് മനകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡിസൈൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. എൻറ്റയർലി നമ്മൾ മനകളിലെ തേക്ക് അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് കബോർഡ് ആണെങ്കിൽ പോലും ആ സെയിം കളർ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഏരിയയിലോട്ട് ബെഡ്റൂമിലോട്ട് പോകാം. നോർമലി ബെഡ്റൂമുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് വളരെ സമാധാനമായിട്ട് കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഡോർ നമ്മൾ നോർമലി ഇപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് അലുമിനിയത്തിലാണ് നമ്മൾ ഈ ഡോറും ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് മൾട്ടിപർപ്പസ് ആയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒരു പ്രെയർ യൂണിറ്റ് കണ്ടു. ആ പ്രെയർ യൂണിറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഇത് കബോർഡായിട്ടാണ് നമ്മൾ ഫുള്ള് വാൾഡ്രോബായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് മൾട്ടിപർപ്പസ് ആണ്, സ്റ്റഡി ടേബിൾ ഉണ്ട്, ഷൂറായിക്ക്, അങ്ങനെ ഒരു മൾട്ടിപർപ്പസിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണത്. അതായത് ഫുള്ള് ആ ഒരു ഈട്ടിയുടെ ഡിസൈൻസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ലെയർ, അതായത് ഇപ്പൊ ഇതിപ്പോ സിംഗിൾ ലെയർ ആണോ ഈ ഭിത്തി വരുന്നത്, അതോ ഡബിൾ ലെയർ ആണോ? ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഡബിൾ ലെയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ നമ്മുടെ ഒരു പ്രെയർ യൂണിറ്റ് പറഞ്ഞല്ലോ, അപ്പൊ പ്രെയർ യൂണിറ്റിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുമ്പോൾ 300 mm ഡെപ്ത്, അതായത് 1 അടി ഡെപ്ത് വരുന്നുണ്ട്. ഇത് നോർമലി നമ്മൾ വാർഡ്രോബിന് കൊടുക്കുന്നത് പോലെ തന്നെ 2 അടി ഡെപ്താണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഇവിടെ ഈ വന്നിരിക്കുന്നത് ഫുള്ള് ഇത് ടീക്ക് ഫിനിഷ് അല്ലേ? അതെ, ഇതൊരു ടീക്കിന്റെ ഫിനിഷ് ആണ്. ഇതൊരു നമ്മുടെ വിൻഡോ സൈഡ് പാനലിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കോട്ട് സൈഡ് ടേബിൾ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അത്യാവശ്യമുള്ള മൊബൈല് കാര്യങ്ങൾ വിത്ത് ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ കൂടത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത്, ഒരു സിംഗിൾ വാർഡ്രോബ്. ഇനി പ്രധാനമായിട്ടും നമ്മുടെ കട്ടില് കിങ് സൈസ് ആണ്. ഇത് കിങ് സൈസിലുള്ള കട്ടിലാണ്. അപ്പോൾ ഇത് വിത്ത് സ്റ്റോറേജോട് കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വിത്ത് സൈഡ് സ്റ്റോറേജോട് കൂടി ആണ് ഈ ഫുള്ള് കട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോളിക്കിൽ കുറെ കംപ്ലൈൻറ്റ്സ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് ഈ റോളിംഗ് അല്ലെങ്കിൽ നമ്മുടെ വീല് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറെ കംപ്ലൈന്റ് വന്നതുകൊണ്ടാണ് നമ്മൾ റെക്ടിഫൈ ചെയ്തത് ഇങ്ങനെയാണ്. ഇതിന്റെ ഹെഡ് ബോർഡ് പറഞ്ഞ പോലെ നമ്മൾ ഈട്ടി ഫിനിഷ് കൊടുത്ത് ബാക്കിൽ ഇതും കൊടുത്ത് ചെയ്തിരിക്കുന്നു അല്ലേ? ഇതിപ്പോൾ ആ സെയിം ഒരേ കോൺട്രാക്റ്റിൽ പോകാവുന്ന രീതിയിൽ നമ്മൾ ആ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇത് മൊത്തം ഈ കെർവിങ് ഉൾപ്പെടെ നമ്മൾ അലുമിനിയത്തിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് അലുമിനിയം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ അലുമിനിയത്തിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സംഗതി ചൂട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഒരു ചൂടിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇപ്പം അജയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു കൂളിംഗ് ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ കൂളിംഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ തോന്നുന്നുണ്ട്. മീൻസ് അപ്പോൾ അത് അലുമിനിയം എന്ന് പറഞ്ഞാൽ അബ്സോർവിങ് മെറ്റലാണ്. ഏത് കാലാവസ്ഥ അനുസരിച്ചാണോ അതിനെ ആശ്രയിച്ചാണ് അലുമിനിയത്തിന്റെ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് ഉള്ള ടെൻഡൻസി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം പുറത്ത് ബ്രിക്സ് ഉള്ളത് കൊണ്ട് അകത്ത് ചൂടിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. പിന്നെ മെയിനായിട്ട് ഇപ്പൊ പലരും ചോദിക്കുന്ന ഒന്നാണ് ഇടിമിന്നൽ. ഓക്കെ, അതിനൊരു പ്രധാന സംഗതി പലരും പറയുന്നത് വെച്ചാൽ അലുമിനിയമാണ് ഇടിമിന്നലിന്റെ കേസായിട്ട് നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഇപ്പൊ നോർമലി ആൾക്കാർ പറഞ്ഞാൽ അലുമിനിയം ഒരു കണ്ടൻസർ ആയിട്ടാണ് എല്ലാവരും ആൾക്കാർ പറയുന്നത്, കണ്ടക്ടറായിട്ട് പറയുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം അലുമിനിയം ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മീൻസ് നമുക്ക് ഇടിമിന്നില്ല. കാരണം അങ്ങനത്തെ അതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം. ക്ലോസ് ഷീൽഡ്. അതെ, ഒരു ക്ലോസ് ഷീൽഡ് ആയിട്ടാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് കാണാവുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇടിമിന്നൽ ഏൽക്കില്ല നമ്മൾ ഉറപ്പായിട്ട് പറയുന്ന കാര്യം. ഇതും അലുമിനിയത്തിൽ നമ്മൾ കുറച്ച് മുന്നേ ഡൈനിങ് ചെയ്തിരിക്കുന്നതാണ്. സെയിം മെറ്റീരിയൽ. അതെ. അപ്പൊ ഇനി നമുക്ക് എനിക്ക്
എനിക്ക് തോന്നുന്ന അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് വാഷിംഗ് ഏരിയ. മെയിൻ വാഷ് കൗണ്ടർ ഏരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഇപ്പൊ ഈ നമ്മുടെ ഈ അലുമിനിയത്തിന്റെ കബോർഡിലാണ് ഈ ഗ്രാനൈറ്റും ഈ സിങ്ക് കാര്യങ്ങളെല്ലാം ഫുള്ള് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പല കളേഴ്സിന്റെ കോൺട്രാക്റ്റിൽ നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ വെള്ളം താഴോട്ട് വീഴും, പ്രശ്നമൊന്നും വരില്ല. ഒരു കംപ്ലൈന്റും ഇല്ല. ഇത് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിലാണ്. ഇനി ഇതിന്റെ പ്രധാന സംഗതി ഇതും ചെയ്തിരിക്കുന്ന അലുമിനിയത്തിലാണ്. ഇത് മെയിൻ ബാത്റൂമിന്റെ ഡോറാണ്. അപ്പോൾ ആ ഡോറും ചെയ്തിരിക്കുന്നത് അലുമിനിയാണ്. ഇത് നമ്മൾ നോർമലി ബ്രിക്സ് കൊണ്ട് ഈ ബാത്റൂം ഏരിയാസ് ഫുള്ള് നമ്മൾ ബ്രിക്സ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ഏരിയ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെയർ ആണ്. ആ സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ അടുത്ത് നമുക്ക് കാണിച്ചു. അതെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റെയർ കേസിലാണ്. ഇവിടെ തുടങ്ങാം അല്ലേ? ഇതിന്റെ ഈ സ്റ്റെയർ കേസും അലുമിനിയമാണ്. സ്റ്റെയർ കേസിന്റെ ഈ ടോപ്പ് റെയിൽ മാത്രമേ SS ഉള്ളൂ. ബാക്കി അതിന്റെ ലെഗ് റെയില് ഫുള്ള് അലുമിനിയത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അതെ മൊത്തം. അപ്പൊ ഇതിന്റെ ഈ ലെഗ് ഉൾപ്പെടെ അത് ലെഗ് നമുക്ക് കസ്റ്റമൈസ് ചെയ്താം. ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളറിൽ നമുക്ക് ഏത് ലെഗ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേറെ ഷേപ്പിലും സൈസിലും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത്, അതായത് ഈ വീടിന്റെ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഡിസൈനാണ്, പാനലിംഗും ഡിസൈനിങ്ങും. നമ്മൾ ഇതിന്റെ അകത്ത് വാൾ പാനലിംഗ് ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ എഫിഷ്യൻസി കാണിക്കുന്നതാണ് ഇതൊരു 22 അടി ലെങ്ത് ഉള്ള പാനലാണ്. ഈ ഒരു സംഗതി 22 അടിയാണ്. അപ്പം ഒറ്റ പാനലാണ് ഇത് ഫുള്ള്. ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒറ്റ പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, ചാനലും അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് അതിന്റെ എത്ര അടി വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒറ്റ ലെങ്തിലാണ് നമ്മൾ ഇത് ഫുള്ള്. ഇപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് ഒറ്റ ലെങ്ത് പാനലിൽ നമ്മൾ കവർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും അലുമിനിയത്തിലാണ്. ഒരു സ്റ്റെപ്പിന്റെ പോലെ സ്റ്റെപ്പിന്റെ രീതിയിൽ അത് മൊത്തം ആ റെയിൽ ഓടിച്ചിരിക്കുകയാണ്. വൺ സൈഡ് റെയിൽ എന്ന് പറയും. ആ റെയിൽ ഫുള്ള് നമ്മൾ ഓടിച്ചിരിക്കുകയാണ്. ഇവിടെ കയറി വരുമ്പോൾ ആദ്യം പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ സീലിംഗ് ആണ്. വേറൊരു സംഗതിയല്ല, നമ്മൾ ആദ്യം തന്നെ താഴെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഹൈറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സംഗതിയാണ്. ഇതിപ്പോ നമ്മൾ നോർമലി പ്ലെയിൻ സീൽ ചെയ്തിരിക്കുന്നു. അതിന് ഒരു ഡിസൈൻ കവറിങ് കൊടുത്തിരിക്കുന്നതാണ്. ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. നടുക്ക് കൊടുത്തിരിക്കുന്ന ET ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ പോയിരിക്കുന്ന ഫിനിഷ്, ടോപ്പിൽ ഒരു വൈറ്റ് ഫിനിഷ്. ഒരു 3 കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീലിംഗ് ഇതാണ് കേട്ടോ. എനിക്ക് താഴത്തെ ആ മച്ച എന്നതിനേക്കാളും കുറെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. ചാനൽസും സൈഡിൽ കൂടെ കാണാം. ലൈറ്റുകൾ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് പ്രൊവിഷൻസിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പാനൽ ലൈറ്റുകൾ നമുക്ക് അറിയാലോ. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പാനൽ ലൈറ്റുകൾ നമുക്ക് ഇതിന്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. എത്ര ഇഞ്ച് വേണമെങ്കിൽ അത് നമുക്ക് കട്ടിങ്ങിന് ഒരു ഇഷ്യൂസോ ഇല്ല. ഏത് സൈസിലുള്ള ലൈറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ ഒരു ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ആ വിൻഡോ കോർണറോട് കൂടി ഒരു TV യൂണിറ്റ്. ഇത് അങ്ങനെ മൊത്തം നമ്മൾ ഇവിടെ വിത്ത് സീലിംഗോട് കൂടി മൊത്തം ഒരു ലിവിംഗ് ഏരിയ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ സീലിംഗ്, സാധാരണ രീതിയിലുള്ള പ്ലെയിൻ സീലിംഗ് കൊടുത്തിരിക്കുന്നു. കൗ ഡിസൈൻ കൊടുത്തിട്ട് അതിലൊരു ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം അതിന്റെ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓടിച്ച് അങ്ങനെ ഒരു നോർമൽ സീലിംഗ് കൊടുത്തിരിക്കുന്നു. ഇത് ടീപ്പോയും നമ്മുടെ ഇത് ടീപ്പോയി അലുമിനിയം ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇപ്പം ഗ്ലാസ് നമ്മൾ എടുത്ത് മാറ്റിയിരിക്കുന്നതാണ്. ഇത് ഫുള്ള് ഒരു സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് എന്ത് വേണം കണക്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ TV യൂണിറ്റ്, വളരെ സിമ്പിൾ ആയിട്ട് ഇരിക്കുന്ന TV യൂണിറ്റ്, 2 സ്റ്റോറേജ് സ്പേസ്. അതുപോലെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏത് കളർ വേണം ഓപ്റ്റ് ചെയ്യാനുള്ള ഭയങ്കരമായ ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത്. ഇത് സോഫ സെറ്റ് മാത്രമേ അലുമിനിയം അല്ലാതുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാൻ വരെ അലുമിനിയം ആക്കാം എന്നാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അല്ലേ? ബെഡ്റൂമിന്റെ എപ്പോഴും പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, കഥക് അലുമിനിയം. ഈ പറഞ്ഞ വോള് ഫുൾ അലുമിനിയം. ഒരു പ്ലാവിന്റെ ഡിസൈൻ ആണ്. ഒരു പ്ലാവിന്റെ തടിയുടെ ഡിസൈൻ ആണ് നമ്മൾ മൊത്തം കൊടുത്തിരിക്കുന്നത്. ടോപ്പല്ല, നമ്മുടെ വാൾ പാനലിംഗ്. ഇനി ഇതിന്റെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ലോഡ് ബെയറിംഗ് കാണിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ കാണിച്ചു. ഞാൻ സ്റ്റോളിന്റെ മേളിൽ കയറിയുന്നതായിരുന്നു. എനിക്ക് 10-70 കിലോ ഉള്ളൂ. ലോഡ് ബെയറിംഗ് കാണിക്കാനായിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഇതിപ്പം ലോഡ് ബെയറിംഗ് കാണിക്കാനായിട്ടാണ് ജസ്റ്റ് ഇതിന്റെ പൊക്കത്ത് കയറി നിൽക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഞാനിത് ഫുള്ള് അതിന്റെ അത് കയറി നിൽക്കുവാണ്. അതെ, എന്നെക്കാൾ ഏകദേശം 30 കിലോ ആൾക്ക് കൂടുതലുണ്ട്. 100 കിലോയ്ക്ക് മേളിലുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഇനി എന്തായാലും ലോഡ് ബെയറിംഗിന് കരുതി ആൾ കയറാനുള്ള സംഗതിയല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു കാണുന്ന ആൾക്കാർക്ക് വെയിറ്റ്, അതായത് വെയിറ്റ് നമുക്ക് അതിൽ എത്ര വെയിറ്റ് വന്നാലും അത് ഹോൾഡ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം ഏത് തട്ടുകളാണെങ്കിൽ പോലും ഇതേ സെയിം ക്വാളിറ്റിയിലാണ് നമ്മൾ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകാം അല്ലേ? ഏത് ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും നമ്മളെ മുഴുവൻ പിന്തുടരുന്നത് ഇവരുടെ നിരയാണ്. അറയും നിരയും എന്ന് പറഞ്ഞ പോലെ അറയില്ലെങ്കിലും നിര
മൊത്തം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഇത് സ്ലൈഡിംഗ് ആണ്. ഇത് മൾട്ടിപർപ്പസിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് അവിടെ ഒരു സൈഡിൽ ഷൂറായിക്ക് അങ്ങനെ ഒരു മൾട്ടിപർപ്പസിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ഇത് ഷൂറായിക്കാണ്. ഇൻസൈഡിൽ ഷൂറായിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇത് സ്ലൈഡിംഗ് കൊടുക്കുന്നത് നമ്മൾ ഓപ്പൺ കണ്ടതാണ്. അതിന് പകരം ഇവിടെ സ്ലൈഡിംഗ് കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ലൈഡിംഗ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ പ്ലൈവുഡ് ഒക്കെയാണ് ഈ വലിപ്പത്തിൽ ഈ ഒരു സൈസ് ആണെന്നുണ്ടെങ്കിൽ സാഗിങ് വരും. പിന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതിപ്പം നോർമലി പ്ലൈവുഡിന്റെ കേസുകളിൽ ഇത്രയും ഏരിയ വരുമ്പോഴത്തേക്കും വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അലുമിനിയത്തിന് ഈ വെയിറ്റ് വരുന്നതുകൊണ്ട് അതിന് സാഗിങ്ങിന്റെ ഇഷ്യൂസ് അതിൻ്റെ അതില്ല. ഇത് സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്? നമ്മൾ നമുക്കൊരു 450-500 mm നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ സാധാരണ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് സ്പേസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സീലിംഗും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടതുപോലെ. ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ കട്ടിലാണ്. അപ്പം ഈ കട്ടിലും മൊത്തം അലുമിനിയത്തിലാണ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇത് ഹെഡ് ക്രൗണോട് കൂടി ഒരു രാജകീയമായ രീതിയിലാണ് നമ്മൾ ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ സ്റ്റോറേജ്, രണ്ട് സൈഡിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ഈ ഡിസൈൻ അല്ലാതെ വേറെ ഒറ്റ സിംഗിൾ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പം അത് കൂടുതൽ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പം ഒറ്റ സിംഗിൾ സ്റ്റോറേജ് ആയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സിസ്റ്റമാണ് ബക്കിൾ ലോക്കിംഗ് സിസ്റ്റമാണ്. ഈവൻ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു തട്ട് നമുക്ക് ഊരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തട്ട് ഊരിയെടുക്കാം. കസ്റ്റമർക്ക് തന്നെ ഊരിയെടുക്കാം. അല്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും ഊരിയെടുക്കാം. മാൻ പവർ ഓറിയന്റഡ് അല്ല. മീൻസ് നമുക്ക് ഏത് അത്യാവശ്യം നോളജ് ഉള്ള ആൾക്ക് നമുക്ക് ഏത് തട്ട് വേണമെങ്കിലും ഊരിയെടുക്കാം. ഈ ലോക്ക് നമുക്ക് അലങ്കി ലോക്കിംഗ് ആണ്. എൽക്കി വെച്ച് നമുക്കത് ഊരിയെടുത്ത് നമുക്ക് ഏത് തട്ട് വേണമെങ്കിലും ഊരിയെടുക്കാൻ പറ്റും. എൻ്റയർലി അതായത് മോഡ്യൂൾസ് ആയിട്ട് നിങ്ങൾ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു, മോഡ്യൂൾസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകും. ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾക്കിപ്പോൾ ഈ കണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഫുള്ള് ചെയ്യുന്ന ഓരോരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോരോ സെക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കബോർഡിന് ഉപയോഗിക്കുന്ന, ഞാനൊന്ന് ഒരു കബോർഡ് കയറുന്ന ചവിട്ടിയില്ലേ, അപ്പോൾ ചവിട്ടി ആ കബോർഡിന് ഉപയോഗിക്കുന്ന ഇത്രയും തിക്നെസ് ഉള്ള പ്രൊഫൈലാണ്. ഒരു കനവുമില്ല. ഈ വെയിറ്റ് ദൂരം വെയിറ്റ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഷട്ടറുകൾ, അതായത് വാൾഡ്രോബ് അല്ലെങ്കിൽ കിച്ചൺ കബോർഡ്, അതിൻ്റെ എല്ലാത്തും ഷട്ടറുകൾക്ക് ഉപയോഗിക്കുന്ന സെക്ഷനാണിത്. വിൻഡോയുടെ ക്രാസിക്ക് ഉപയോഗിക്കുന്ന പ്രൊഫൈലിൻ്റെ തിക്നെസ് ആണിത്. നമ്മൾ കണ്ടല്ലോ ഒരു സെക്ഷനെ ഞങ്ങൾ കയറി നിന്നു. അപ്പോൾ ആ സെക്ഷൻ ലോക്ക് ചെയ്യുന്ന ഒരു റെയിലാണിത്. ഈ റെയിലിലേക്കാണ് നമ്മൾ ഈ സെക്ഷൻ കയറ്റി മൊത്തം ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെയർ ഉൾപ്പെടെ അലുമിനിയത്തിലാണ് നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് സാധാരണഗതിയിൽ റേറ്റ് പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് ആൾക്കാർ കണ്ടാലും ഈ റേറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊരു ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 2021 ഓഗസ്റ്റ് 31 അല്ലേ? ഓഗസ്റ്റ് 31 തീയതിയാണ്. ഇന്നത്തെ വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും? ഓക്കെ, ഇപ്പം അതിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ അലുമിനിയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രീമിയം ലെവൽ അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം അലുമിനിയം ഫർണിച്ചേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കിച്ചൺ കബോർഡിൻ്റെ വരുമ്പം അത് ഫേസ് ആണ് നമ്മൾ മെഷർമെൻറ്റിന് എടുക്കുന്നത്. ഫേസ് വരുന്നത് സ്ക്വയർ ഫീറ്റ് 1800 രൂപയാണ് ഏകദേശം വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വാൾഡ്രോബ് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും 1700 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നു. അത് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡോറുകൾ വരുമ്പോഴത്തേക്ക് അത് പീസ് റേറ്റ് ആണ്. ഒരു 10,000 രൂപ മുതൽ 16,000 രൂപ വരെയുള്ള ഡോറുകളുണ്ട്. ഹൈറ്റിൻ്റെയും പിന്നെ ഡിസൈൻ ഉണ്ട്. ഒരു 3-4 ടൈപ്പ് ഡിസൈൻ ഉണ്ട്. ഡിസൈൻ കളറിൻ്റെ ഏതായാലും കുഴപ്പമില്ല. ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ ചേഞ്ചസ്. ഇപ്പോൾ ഫുൾ ഗ്ലാസ് വരുമ്പം അതിൻ്റെ ടഫൺ ഗ്ലാസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നോർമൽ വിൻഡോസ് വരുമ്പം സ്ക്വയർ ഫീറ്റ് ഒരു 800 to 850. അപ്പം ഫ്രഞ്ച് വിൻഡോ ഒക്കെ വരികയാണെങ്കിൽ 850, അല്ലെങ്കിൽ നോർമൽ വിൻഡോ ആണെങ്കിൽ 800. ആ ഒരു റേഞ്ചിൽ നമ്മൾ കാൽക്കുലേറ്റ് വ്യത്യാസം വരുന്നത്. ഇനി ഇതിൻ്റെ നിങ്ങളുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇതിപ്പം ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഞങ്ങൾ നൽകുന്ന ലൈഫ് ടൈം വാറണ്ടിയാണ്. വാറണ്ടി ബേസ് ലൈഫ് ടൈം വാറണ്ടിയാണ്. ഈവൻ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോൾ ഒരു ഷട്ടർ വിട്ടുപോകുമോ അല്ലെങ്കിൽ ഷട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ അലുമിനിയം മെറ്റീരിയൽസിന്, അതായത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ആക്സസറീസിന് നമുക്കൊരിക്കലും ഞങ്ങൾക്ക് വാറണ്ടി നൽകാം. കമ്പനിയാണല്ലോ അത് ഏത് കമ്പനിയാണോ ആ കമ്പനി വരും. ഞങ്ങളുടെ മെറ്റീരിയലിന് ഞങ്ങൾ ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സർവീസിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഓൾ കേരള കാണുന്നവരെ, ഔട്ട്സൈഡ് കേരളയുണ്ടാവും. നമുക്ക് എവിടെയൊക്കെ നമ്മളിപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പം ഓൾ കേരള ഇന്ത്യ ഇപ്പം ഞങ്ങൾ ചെയ്ത നമ്മുടെ കോയമ്പത്തൂർ കഴിഞ്ഞ് കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഔട്ട്സൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഇപ്പം ട്രാവലിംഗ് നമുക്കൊരു ഇഷ്യൂ അല്ല ഇപ്പം ഇതിൻ്റെ കേസിൽ. ഇപ്പം നമ്മൾ വന്ന് ഡയമെൻഷൻ എടുത്ത് കൊട്ടേഷൻ കൊടുക്കുന്നു. അതിന് ഇപ്പം ഒരു ഏരിയ ഇപ്പം എൻ്റെ കേരള അല്ല കേരളത്തിൽ വെളിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല.
കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒപ്പം അസിസ്റ്റ് ചെയ്തത് നമ്മുടെ ജോർജ് കുട്ടിയായിരുന്നു, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ GM ആണ്. പ്രസ്ഥാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വളരെയധികം പേര് സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അലൂമിനിയം ഇൻറ്റീരിയർ. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കാണിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അവരുടെ സർവീസ് നെറ്റ്വർക്ക് കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.